എനിക്കറിയില്ല സാർ. തലവേദനയോ മറ്റോ ആയിട്ടാണ് എന്ന് തോന്നുന്നു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ ഒരു വല്ലാത്ത ചിരി കൂടി ചിരിച്ചു. ഇനി ബഹുമാനിച്ചില്ല എന്നൊരു പരാതി വേണ്ട. അവൾ മനഃപൂർവ്വം പറയാത്തതാണ് എന്ന് മനസ്സിലാക്കിയവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. എങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞു നടന്നു. എങ്കിലും വെപ്രാളപ്പെട്ട് സൃഷ്ടി പോയത് എങ്ങോട്ടേക്കാണ് എന്നറിയാതെ അവന് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. വ്യക്തിപരമായ കാര്യം കൊണ്ട് ലീവ് എടുക്കുന്നു എന്ന് മാത്രമാണ് ലീവ് അപ്ലിക്കേഷനിൽ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആ വഴി അറിയാനും കഴിഞ്ഞില്ല. എന്നാൽ സൃഷ്ടി പോയത് അഥർവിൻ്റെ ഒപ്പമാണ് എന്ന് സെക്യൂരിറ്റിയിൽ നിന്നും അവൻ അറിഞ്ഞു. അതോടെ ഉള്ള സമാധാനം കൂടി പോയി എന്ന് പറയാമല്ലോ. നിരാശയോടെ അവൻ ക്യാബിനിലേക്ക് പോയി. ആ നേരം തന്നെ പൊട്ടിമുളച്ചതുപോലെ സൗമ്യയും അതിനകത്തെത്തിയിരുന്നു. എന്താ പ്രിത്യേട്ടാ, മുഖമൊക്കെ വല്ലാതെ? അവൾ വല്ലാത്ത സ്നേഹത്തോടെ ചോദിക്കും നേരം അവന് ശ്വാസം മുട്ടി. സൗമ്യ, ഓഫീസിനുള്ളിൽ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വരരുത് എന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ പുറത്തേക്ക് പോ. സൃഷ്ടി അഥർവിൻ്റെ ഒപ്പം കാറിൽ കയറി എവിടേക്ക് പോയതായിരിക്കുമെന്നറിയാത്ത ദേഷ്യം കൂടി അവൻ സൗമ്യയോട് തീർത്തു. അവനിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നതിനാലും ക്യാബിനിൻ്റെ ഉള്ളിലായതുകൊണ്ട് ആരും കേൾക്കാത്തതിനാലും അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അല്ലെങ്കിലും തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ. പല അപമാനങ്ങളും നേരിട്ട് മുന്നോട്ട് വന്നവൾക്ക് അത്രത്തോളം ഉണ്ട് തൊലിക്കട്ടി. അവൾ ഒരു ചമ്മിയ ഭാവത്തിൽ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകുക മാത്രം ചെയ്തു. അവള് പോയതിന് ഇയാൾ എന്തിനാ എൻ്റെ തലയിൽ കയറുന്നത്? പിറുപിറുത്തുകൊണ്ട് അവൾ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ തൊട്ടരികിലിരുന്ന ദിവ്യ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. സൃഷ്ടി ഹോസ്പിറ്റലിലേക്കാണ് പോയത് എന്ന കാര്യം സൗമ്യയോട് പറയരുതെന്ന് മീനു കർശനമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ദിവ്യ അതറിഞ്ഞതായി ഭാവിച്ചില്ല. അല്ലെങ്കിലും സൃഷ്ടി എങ്ങോട്ടാണ് പോയത് എന്നറിയാൻ സൗമ്യയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എങ്ങോട്ടെങ്കിലും പോയി തുലഞ്ഞാൽ മതി എന്നാണ് അവളുടെ മനസ്സിൽ. ഈ നേരം വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു സൃഷ്ടി. അവളുടെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. ഹോസ്പിറ്റലിന് മുന്നിൽ കാർ നിർത്തിയതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആലോചനയിൽ മുഴുകിയിരിക്കുന്നവൾ ഹോസ്പിറ്റലിൽ എത്തിയത് അറിഞ്ഞിട്ടില്ല. അവൻ വിരൽത്തുമ്പ് കൊണ്ട് കയ്യിലൊന്ന് തട്ടിയപ്പോഴാണ് അവൾ ഞെട്ടി ചുറ്റും നോക്കിയത്. ഹോസ്പിറ്റലിൽ എത്തിയെന്നറിഞ്ഞതും ഒരു വെപ്രാളത്തോടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഓഫീസിൽ തിരികെ പോകേണ്ടതല്ലേ, താമസിക്കേണ്ട, പൊയ്ക്കോളൂ, അവൾ നന്ദിയോടെ പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അവൻ കാർ ഒതുക്കി ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നിരുന്നു. അവൻ പോകുന്നില്ലേ എന്ന സംശയത്തോടെ തന്നെയാണ് അവൾ അകത്തേക്ക് നടന്നത്. നടക്കുക എന്ന് പറയാനും പറ്റില്ല, ഓടുന്നത്രയും വേഗതയുണ്ട്. രണ്ടാളും ചെല്ലുമ്പോൾ തളർന്നിരിപ്പുണ്ട് പ്രഭാവതി. മകളെ കണ്ട ആശ്വാസത്തിൽ അവർ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. അച്ഛൻ എവിടെയമ്മേ? അമ്മയെ കണ്ടതും അവൾ കരഞ്ഞു തുടങ്ങിയിരുന്നു. രണ്ടുപേരുടെയും കൂട്ടക്കരച്ചിൽ നോക്കി നിൽക്കുകയല്ലാതെ അഥർവ് മറ്റൊന്നും മിണ്ടിയില്ല. അച്ഛനെ വന്നപ്പോൾ തന്നെ ICUലോട്ട് മാറ്റി മോളെ. ഇന്നലെ മുതൽ നെഞ്ചുവേദനയും കൊണ്ട് നടക്കുകയാണ്. ഒന്ന് ആശുപത്രിയിൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടതുമില്ല. ഗ്യാസ് ആണെന്ന് പറഞ്ഞ് കുറേ ഇഞ്ചി ചതച്ച് തിന്നുന്നത് കണ്ടു. ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് അറ്റാക്കായിരുന്നുവെന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? അവൾ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു. എന്തൊക്കെയോ പറഞ്ഞു മോളെ, എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കാശ് അടയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. അതാ കൃഷ്ണേട്ടനാണ് അടച്ചത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അവർ പറയുന്നത് കേട്ടപ്പോൾ അവൾ ഒന്ന് അമർത്തി മൂളി. കയ്യിലുള്ള സ്വർണം എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആകുമ്പോൾ കൂടുതൽ ക്യാഷ് വേണ്ടി വരും. അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ല. അച്ഛനൊന്നും പറ്റരുത്, അതാണ് ഏറ്റവും പ്രധാനം. മോള് സങ്കടപ്പെടണ്ട, അച്ഛനൊന്നും വരില്ല. ദൈവം നമ്മളോട് അങ്ങനെ അങ്ങ് ക്രൂരത കാണിക്കുമോ? പറഞ്ഞുകൊണ്ട് അവർ നോക്കുമ്പോഴാണ് മകളുടെ ഒപ്പം ഒരു ചെറുപ്പക്കാരനെ കാണുന്നത്. അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ഒപ്പം വന്നതാ അമ്മേ, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതാ. തല കറങ്ങിയതുകൊണ്ട് മീനു ഡ്രൈവ് ചെയ്യാൻ സമ്മതിച്ചില്ല. അതുകൂടി കേട്ടതും പ്രഭാവതിക്ക് ഉള്ള സമാധാനം കൂടി പോയി. അവർ ആദ്യയോടെ മകളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, അമ്മ ഇങ്ങനെ പേടിക്കാതെ.
ഇനിയിപ്പോൾ ആദ്യ കയറി അമ്മയ്ക്ക് കൂടി വല്ലതും വന്നാൽ ഞാൻ എന്തു ചെയ്യും? പറഞ്ഞുകൊണ്ട് അവൾ അവരെ അല്പം ബലമായി തന്നെ അവിടെ പിടിച്ചിരുത്തി. പിന്നെ അഥർവിൻ്റെ അടുത്തേക്ക് നടന്നു. തിരികെ പോകുന്നില്ലേ? ഇവിടെ ഇരുന്ന് മുഷിയണ്ട. അച്ഛനെ കയറി കാണാനൊന്നും പറ്റില്ല. അവൾ ഒരു വല്ലായ്മയോടെ പറയും നേരം അവൻ ചുറ്റുമൊന്ന് നോക്കി. അകത്ത് കിടക്കുന്നത് അവളുടെ അച്ഛനാണ്. പുറത്ത് അവളും ആ പാവം അമ്മയും മാത്രം. നിങ്ങളുടെ ബന്ധുക്കളാരും വരില്ലേ? അല്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ ആളായിട്ട് ആരെങ്കിലും വേണമല്ലോ. അവൻ രണ്ടാളെയും നോക്കിയാണ് അത് ചോദിച്ചത്. അതിനു മറുപടി പറയാൻ കഴിയാതെ സൃഷ്ടി മുഖം കുനിച്ചു. സൗമ്യ ഉണ്ടാക്കിയ നാണക്കേട് കാരണം ബന്ധുക്കൾ എല്ലാവരും തങ്ങളെ കൈയൊഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? അവളൊന്നും മിണ്ടിയില്ല. അവളുടെ ആ മുഖഭാവം കണ്ടതുകൊണ്ടാകണം അവൻ പിന്നെ കൂടുതലൊന്നും ചോദിച്ചതുമില്ല. ഇവിടുത്തെ ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട്, ഞാനൊന്ന് സംസാരിക്കട്ടെ. പറഞ്ഞുകൊണ്ട് അവൻ നടന്നു നീങ്ങുമ്പോൾ സൃഷ്ടി ചലിക്കാനാകാതെ നിന്നു. അവനെ നിർബന്ധപൂർവം പറഞ്ഞു വിടണമെന്നാഗ്രഹമുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ താനും അമ്മയും തനിച്ച് എന്തു ചെയ്യാൻ? എങ്കിലും അന്യയായ ഒരു പുരുഷനെ ബുദ്ധിമുട്ടിക്കുന്നതെങ്ങനെ? മനസ്സ് പിടിവലി കൂടി. ഒടുവിൽ നോട്ടം നിസ്സഹായയായി നിൽക്കുന്ന അമ്മയുടെ മുഖത്തെത്തി നിന്നു. ദുരഭിമാനത്തേക്കാൾ വലുതാണ് അച്ഛൻ്റെ ജീവൻ. ഈ സമയം അമ്മയ്ക്ക് താങ്ങായി താൻ അരികിൽ വേണം. അവൾ അവരുടെ അരികിൽ ഇരിപ്പുറപ്പിച്ചു. പിന്നെ ഓരോ കാര്യങ്ങൾക്കും ഓടി നടന്നവനെ കണ്ടപ്പോൾ അവൾക്ക് എതിർക്കാൻ തോന്നിയില്ല. വൈകുന്നേരം ഓഫീസ് ടൈം കഴിഞ്ഞ് മീനുവും ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. അവളെ കണ്ടപ്പോൾ സൃഷ്ടിക്ക് അല്പം ആശ്വാസം തോന്നി. മീനുവിൻ്റെ ചുമലിലേക്ക് തല ചായ്ച്ച് വെച്ചുകൊണ്ട് അവൾ ആശ്വാസം കണ്ടെത്തി. മീനു ഓരോന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കൂടി ഇരുന്നതിന് ശേഷം അവൾ തിരികെ പോയി. അതോടെ വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടവൾ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് മുന്നിലേക്ക് നോക്കി. ചായയും വാങ്ങിക്കൊണ്ട് നിൽപ്പുണ്ട് ഒരുവൻ. ഇത് എപ്പോൾ പോയി എന്ന് അവൾക്ക് മനസ്സിലായതുമില്ല. അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അവൾക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങുന്നുണ്ടായിരുന്നു. നല്ല തലവേദനയുണ്ടല്ലോ, ഇത് കുടിക്ക്, എന്നിട്ട് അമ്മയ്ക്ക് കൊടുക്ക്. അച്ഛനെ റൂമിലേക്കാകും മാറ്റുക. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അവൻ പറയുമ്പോൾ അവൾ ഒരു ഞെട്ടലിലായിരുന്നു. റൂമൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പൈസയാകില്ലേ? അതായിരുന്നു അവൾ അപ്പോൾ ചിന്തിച്ചത്. ആ ചിന്തയുടെ ഒപ്പം തന്നെ മറ്റൊരു കാര്യവും മനസ്സിലേക്ക് വന്നു. പ്രഭാവതിക്കുള്ള ചായ അല്പം നിർബന്ധിപ്പിച്ച് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ടാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നത്. അഗസ്ത്യ സാറുമായി എന്താ ബന്ധം? അവളുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അവൻ ആ മുഖത്തേക്ക് നോക്കി. ഉത്തരം കിട്ടിയേ പറ്റൂ എന്ന ഭാവത്തിലാണ് അവളുടെ നിൽപ്പ്. അവളുടെ മുഖം കണ്ടപ്പോൾ അവനൊന്ന് പരിങ്ങി. മുഖം കുനിച്ച് ഒരു നിമിഷം നിൽക്കുകയും ചെയ്തു, കള്ളം ചെയ്ത കുട്ടിയെപ്പോലെ. പിന്നെ സ്വതവേ മുഖത്തുള്ള കള്ളത്തരത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അതൊക്കെ ഇപ്പോൾ പറയണോ? കുറുമ്പും കുസൃതിയും നിറഞ്ഞ മുഖഭാവത്തിലുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ കവിളിൽ പിടിച്ച് ഒരു കുത്തു കൊടുക്കാനാണ് അവൾക്ക് തോന്നിയത്. കാരണം അതുപോലെയാണ് അവൻ്റെ മുഖഭാവം. അത്രയും നിഷ്കളങ്കതയുണ്ട് മുഖത്ത്. എന്നാൽ അങ്ങനെയെങ്ങാനും ചെയ്യാൻ പറ്റുമോ? നിഷ്കളങ്കനാണ് എങ്കിലും ഒത്ത ഒരു പുരുഷനാണ് മുൻപിൽ നിൽക്കുന്നത്. അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എങ്കിലും അവൻ്റെ പ്രായം നോക്കണ്ടേ? അതുമാത്രമോ? കാര്യമറിയാൻ വേണ്ടി ചോദിച്ചുവെങ്കിലും ഉള്ളിൽ ഒരു കടൽ ഇരുമ്പുന്നുണ്ട്. അകത്തുള്ളത് അത്രയും സ്നേഹമുള്ള വ്യക്തിയാണ്. പക്ഷേ അത് തന്നെ ഓർത്തിരുന്നാൽ ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് മനസ്സിനെ മനഃപൂർവ്വം വഴിതിരിച്ച് വിടുന്നു എന്നേയുള്ളൂ. എങ്കിലും അച്ഛൻ അപകടനില തരണം ചെയ്തതിൻ്റെ ആശ്വാസമുള്ളിലുണ്ട്. ഇനിയൊന്നും പേടിക്കാനില്ല എന്ന് ഡോക്ടർ ഉറപ്പ് തന്നിട്ടുമുണ്ട്. പറയ് സച്ചു, അതൊക്കെ ഇപ്പോൾ പറയണോ? അവൻ്റെ ചോദ്യം വീണ്ടും അവളിലെത്തി. ഒന്നും നോക്കാതെ നീ സാറിൻ്റെ കാറുമെടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ, ഇത്രയും നേരമായിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന് തന്നെയല്ലേ അർത്ഥം? സാറിൻ്റെ ഫ്രണ്ടാണോ നീ? സൃഷ്ടി ചോദിക്കും നേരം അവനല്ല എന്നും ആണ് എന്നും തലയാട്ടി. അവൻ്റെ ആ തലയാട്ടൽ കണ്ടപ്പോൾ തന്നെ അവൾ ചുണ്ടുകൂർപ്പിച്ചു. എന്നോട് ഇനി കള്ളം പറയരുത്. പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിന്നെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുവിടും. കള്ളം പറയുന്നവരെയും ചതിക്കുന്നവരെയും എനിക്കിഷ്ടമല്ല. അവൾ ഗൗരവത്തോടെ തന്നെ പറയും നേരം അവൻ കൈ ഉയർത്തി തല ചൊറിയുന്നത് പോലെ നിന്നു. പിന്നെ പൊതുവേയുള്ള കള്ളലക്ഷണത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനും നിന്റെ സാറും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. പുള്ളിക്കാരൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ്.
അവൻ പറയുന്നത് കേട്ടപ്പോൾ അവളുടെ കണ്ണ് മിഴിച്ചുപോയി. ഫ്രണ്ടോ പരിചയക്കാരനോ ആകുമെന്നൂഹിച്ചു. അതുകൊണ്ടാണല്ലോ ഇത്രയും രൂക്ഷമായി ചോദ്യം ചെയ്തത്. എന്നാൽ രണ്ടാളുടെയും അമ്മ ഒന്നാണ് എന്ന് പറയുമ്പോൾ, അപ്പോ അച്ഛൻ രണ്ടാണോ? അവൾ അറിയാതെ ചോദിച്ചു പോയി. അതോടെ നാടകീയമായി അവളോട് കാര്യം പറഞ്ഞവൻ തലയിൽ കൈവച്ചു. അച്ഛനും ഒന്ന് തന്നെ. അതുകൂടി കേട്ടപ്പോൾ എന്നാൽ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന ചിന്തയാണ് അവളിൽ. പെട്ടെന്നാണ് അവളുടെ ബോധം ശരിക്കു വീണത്. അങ്ങനെ പറയുമ്പോൾ അഗസ്ത്യ സാറിൻ്റെ സ്വന്തം സഹോദരൻ. അഗസ്ത്യ സാറിനെ പോലെ ബഹുമാനം കൊടുക്കേണ്ട മുതലാണോ മുൻപിൽ നിൽക്കുന്നത്? ഇവിടെ വന്ന് ഞങ്ങൾക്ക് ചായ വാങ്ങിക്കാനും ഓരോ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നത്. അവൾ വല്ലാത്തൊരു ഭാവത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സാറെന്നെങ്ങാനും വിളിച്ച കൊല്ലും ഞാൻ. അവൻ്റെ മുഖത്തപ്പോൾ ഒരു ഗൗരവമുണ്ടായിരുന്നു. സ്വന്തം ഓഫീസിൽ അടിമപ്പണി എടുക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ബ്രദേഴ്സാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ എന്താ കുഴപ്പം? അവൾ അല്പം രൂക്ഷമായി ചോദിച്ചു. കള്ളം പറയുന്നത് അവൾക്കത്ര ഇഷ്ടമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ എന്നോട് ഇതുപോലെ ഫ്രീ ആയി ഇടപെടുമോ? അകറ്റി നിർത്തില്ലായിരുന്നോ? പറഞ്ഞുകൊണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. അവനോട് പഴയതുപോലെ സംസാരിക്കാൻ അവൾക്ക് മടി തോന്നുന്നുണ്ടായിരുന്നു. എവിടെയോ ഒരു പേടി പോലെ. അതവളുടെ മുഖഭാവം ശ്രദ്ധിച്ച് അവനും മനസ്സിലായി. അപ്പോഴാണ് ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നത്. ഒരാൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞതും അല്പം മാറി കസാരയിൽ ചാരിയിരിക്കുന്ന പ്രഭാവതിയെ തട്ടി വിളിച്ച് അവൾ കാര്യം പറഞ്ഞു. അച്ഛനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആശ്വാസം തോന്നും. അമ്മയുടെ ആശ്വാസമാണല്ലോ ഇപ്പോൾ വലുത്. ഇനിയുള്ള 2 ദിവസം അച്ഛൻ ICUവിൽ തന്നെയാണ് എന്ന് അവൾക്കറിയാം. അത് അഥർവ് അവളോട് പറഞ്ഞിരുന്നു. പിന്നെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. ആ സിസ്റ്റർ കൊടുത്ത ഡ്രസ്സൊക്കെ ധരിച്ച് പ്രഭാവതി അകത്ത് കയറി കേശവനെ ഒരു നോക്ക് കണ്ടു. ആൾ പകുതി മയക്കത്തിലാണ് എന്ന് പറയാം. ആശ്വാസത്തോടെ പുറത്തേക്ക് വരുന്ന അമ്മയെ കണ്ടതും അവളുടെ മുഖം തെളിഞ്ഞു. ഇനിയിപ്പോൾ ആ പാവം സമാധാനമായി ഇരിക്കും. അമ്മയെ റൂമിലേക്ക് പറഞ്ഞു വിട് സച്ചു. നമുക്ക് രണ്ടാൾക്കും കൂടി കൊണ്ടുവിട്ടിട്ട് വരാം. അമ്മ ഉറക്കം ഒഴിഞ്ഞാൽ ശരിയാകില്ല. പ്രായമായതല്ലേ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. ഇവിടെ ആവശ്യത്തിന് നമ്മളുണ്ടല്ലോ. നമ്മൾ ഉണ്ടല്ലോ എന്ന ആ വാക്ക് അവളുടെ മനസ്സിൽ ഒന്നുകൂടെ മുഴങ്ങിക്കേട്ടു. അഥർവ് നിൽക്കണമെന്നില്ല. ഇവിടെ ഞാൻ മതിയാകും. ഒറ്റയ്ക്ക് എങ്ങനെയെന്നുള്ളിൽ ഒരു ചോദ്യം മുഴങ്ങുന്നുണ്ട്. എങ്കിലും അതിന് അഥർവിനെ അല്ല ബുദ്ധിമുട്ടിക്കേണ്ടത് എന്ന് അവൾക്ക് ബോധ്യമുണ്ട്. ഒപ്പം വർക്ക് ചെയ്യുന്നു എന്നതിനാൽ അവൻ ഇപ്പോൾ തന്നെ ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. കാശായിട്ടും ആളായിട്ടും. അതിൻ്റെ ഒപ്പം ഇനിയും ബുദ്ധിമുട്ടിക്കുക എന്ന് വെച്ചാൽ അത് മാത്രമല്ല, അവൻ അത്രയും വലിയ കുടുംബത്തിലെ ഒരംഗമാണ്. അവൻ തന്നെ പോലെ ഒരു സാധാരണക്കാരിക്ക് വേണ്ടി എന്തിനിവിടെ ബുദ്ധിമുട്ടണം? ഞാൻ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആരും എന്നെ കാത്തിരിക്കാറുമില്ല. ഇന്നെന്തായാലും ഞാൻ പോകില്ല. തൻ്റെ അച്ഛനെ കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. പറഞ്ഞുകൊണ്ട് അവൻ അവളെ വീണ്ടും അമ്മയെ കാണിച്ചു കൊടുത്തു. പിന്നെ രണ്ടാളും അല്പം നിർബന്ധിച്ച് അവരെ മുറിയിലാക്കി തിരികെ വരികയാണ് ചെയ്തത്. ഇനി വേറെ എന്തൊക്കെ കള്ളത്തരമുണ്ട് നിൻ്റെ അടുത്ത്? കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവളുടെ ചോദ്യം. ഞാനൊരു കള്ളം പറഞ്ഞു എന്ന് കരുതി നീ എന്നൊരു കള്ളനാക്കാതെ. പാവല്ലേ ഞാൻ? ആ ചോദ്യത്തിന് അവൾ ഒരു താളത്തിൽ തലയാട്ടി. അഗസ്ത്യ സാർ ചോദിച്ചില്ലേ എന്തിനാ എൻ്റെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എന്ന്? അവളുടെ മുഖത്ത് ആശങ്ക. ഇനിയിപ്പോൾ തിരികെ ചെല്ലുമ്പോൾ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമോ? അങ്ങനെയൊക്കെയാണ് അവളുടെ ചിന്ത പോയത്. എന്തിനു ചോദിക്കണം? ഏട്ടൻ അങ്ങനെയൊന്നും ചോദിക്കില്ല. അവൻ അതൊന്നും വലിയ കാര്യമായി എടുത്തിട്ടില്ല എന്ന് അവൻ്റെ മുഖഭാവം കാണുമ്പോൾ അറിയാം. മെഡിസിൻ എടുക്കാനും മറ്റും അവൻ തന്നെയാണ് പോയിട്ട് വന്നത്. ഇടയ്ക്ക് ഫുഡ് വാങ്ങാൻ പോയി. മുറിയിലുള്ള അമ്മയ്ക്ക് അവൻ നിർബന്ധിപ്പിച്ച് ആഹാരം കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ എത്ര വേണ്ട എന്ന് വെച്ചിട്ടും അവളുടെ കണ്ണൊന്ന് നിറഞ്ഞുപോയി. പൃഥ്വി തൻ്റെ വീട്ടുകാരോടൊക്കെ കുഴപ്പമില്ലാതെ തന്നെയാണ് ഇടപെട്ടിരുന്നത്. പക്ഷേ ഇതുപോലെ സ്വന്തം മകനെ പോലെയുള്ള പെരുമാറ്റമൊന്നും അവനിൽ നിന്ന് ഉണ്ടായിട്ടില്ല. തന്നോടുള്ള സ്നേഹം വീട്ടുകാരോടും കാണിച്ചിരുന്നു എന്നതൊഴിച്ചാൽ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നതിൻ്റെ അകൽച്ച അവനെന്നും ഉണ്ടായിരുന്നു. അടുത്ത നിമിഷം അവൾ വീണ്ടും ഞെട്ടി. എന്തിനാണ് താൻ പൃഥ്വിയെ അഥർവുമായി താരതമ്യം ചെയ്യുന്നത്? അഥർവ് വെറുമൊരു സുഹൃത്ത് മാത്രമാണ്. അവൾ അത് ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു. തൻ്റെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആരോടും തനിക്ക് അടുപ്പമുണ്ടാകില്ല.
ഉണ്ടാകാനും പാടില്ല. അല്ലെങ്കിൽ തന്നെ അഥർവ് ഈ കാണിക്കുന്നത് ഒരു സുഹൃത്തിനോടുള്ള കരുതലും ആരോരുമില്ലാത്തവളോടുള്ള സഹതാപവും മാത്രമാണ്. താൻ ഇങ്ങനെയൊന്ന് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട കാര്യം പോലുമില്ല എന്ന് അവൾക്ക് തോന്നി. അടുത്ത ദിവസം രാവിലെ കയ്യിൽ ഒരു കവറുമായി നിൽക്കുന്നവനെ കണ്ടതും സൃഷ്ടി സംശയഭാവത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറിയിട്ടുണ്ട്. എന്താ ഇത്? അവൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ കവറാണ് എന്ന് മനസ്സിലാക്കിയെങ്കിലും അവൾ അത് കാര്യമാക്കാതെ ചോദിക്കുകയായിരുന്നു. നിനക്കും അമ്മയ്ക്കും ഉള്ളതാണ്. ഡ്രസ്സ്, പേസ്റ്റ്, സോപ്പ് അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഈ കവറിൽ ഫുഡ്. ഡ്രസ്സൊക്കെ മീനുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. പറഞ്ഞുകൊണ്ട് അവനത് വീണ്ടും നീട്ടിപ്പിടിച്ചപ്പോൾ വാങ്ങുകയല്ലാതെ അവൾക്ക് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. കാശുമുടക്കി വാങ്ങിക്കൊണ്ടുവന്ന സാധനം സ്വീകരിക്കാതിരിക്കുന്നതിൽ പരം അപമാനം അവനുണ്ടോ? അത്രയൊന്നും അവൻ അർഹിക്കുന്നില്ല. മുറിയിലേക്ക് ചെല്ല് പറഞ്ഞുകൊണ്ട് അവൻ നിർബന്ധിക്കുമ്പോൾ അവൾ മെല്ലെ നടന്നു നീങ്ങി. തനിക്ക് ഒരു താങ്ങായി കുടുംബത്തിലുള്ളവർ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അഥർവിനെ പറഞ്ഞു വിടാമായിരുന്നു. ഇതിപ്പോൾ സഹായിക്കാനും അന്വേഷിച്ച് വരാനും അങ്ങനെ ആരുമില്ല. റൂമിൽ പോയി ഫ്രഷായി അവൾ വരുന്നത് വരെയും അവൻ അവിടെ തന്നെ ഇരുന്നു. ഇതിനിടയിൽ ഡോക്ടർ വന്നു പോയിരുന്നു. ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സിസ്റ്റർ കൊടുത്ത ലിസ്റ്റ് പ്രകാരമുള്ള മെഡിസിനും മറ്റും വാങ്ങി നൽകിയതിന് ശേഷമാണ് അവൻ മൊബൈൽ എടുത്ത് അതിൽ തൻ്റെ ഏട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചത്. ഇതെന്തൊരു പോക്കാ അപ്പു നീ പോയേ? അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഫോൺ എടുത്ത പാടെ മറുവശത്തു നിന്നും അതാണ് കേട്ടത്. അതിന് മറുപടിയായി കൊഞ്ചിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ടാണ് സൃഷ്ടിയുടെ വരവ്. അഗസ്ത്യയെപ്പോലെ ഒരുവന് അഥർവിനെ പോലെ ഒരു സഹോദരൻ, അതൊരത്ഭുതം തന്നെയാണ് എന്ന് അവൾക്ക് തോന്നി. സ്റ്റാഫുകളോട് പോലും ശരിക്ക് സംസാരിക്കാത്ത പ്രകൃതമാണ് അഗസ്ത്യയുടേത്. അത്രയും ഗൗരവക്കാരൻ. എന്നാൽ ഒരു പരിധി വിട്ട് ദേഷ്യപ്പെടാനോ എടുത്തു ചാട്ടമോ ഒന്നുമില്ല. പക്വതയോടെയും ബുദ്ധിപരമായും കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എന്നാൽ മുന്നിൽ നിൽക്കുന്നവനോ? ഈ സന്ദർഭത്തിലും അതോർത്തപ്പോൾ അവൾക്ക് ചിരി വന്നുപോയി. ആഹാ, തനിച്ചു നിന്ന് ചിരിക്കുകയാണോ? അവൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ കോള് കട്ട് ചെയ്ത് തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ് എന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. ആഹാ, തനിച്ചു നിന്ന് ചിരിക്കുകയാണോ? അവൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ കോള് കട്ട് ചെയ്ത് തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ് എന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. കള്ളം പറഞ്ഞു വന്നിരിക്കുന്നതാണല്ലേ? അമ്മയും അച്ഛനും സങ്കടപ്പെടില്ലേ? ഇവിടുത്തെ കാര്യം ഞാൻ മാനേജ് ചെയ്യുമായിരുന്നു. അവൾക്ക് അപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. കുറച്ച് മാസങ്ങൾ മാത്രം പരിചയമുള്ള ഒരാളുമായി, അതും ഒരു പുരുഷനുമായി കൂടുതൽ അടുക്കുന്നത് നല്ലതാകില്ല എന്ന് അവളുടെ ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. മുൻപിൽ നിൽക്കുന്നവനെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്തോ ഒന്ന് വിലങ്ങ് തടിയായി തങ്ങൾക്കിരുവർക്കുമിടയിലുണ്ട്. കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഏട്ടനറിയാം ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നത് എന്ന്. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് കക്ഷിക്ക്. പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കാണാനുണ്ടായിരുന്നു സഹോദരനോടുള്ള സ്നേഹം. അത് കണ്ടപ്പോൾ സൃഷ്ടി ഒന്ന് നെടുവീർപ്പിട്ടുപോയി. സൗമ്യയുടെ കണ്ണിൽ ഒരിക്കലും ഇതുപോലെ ഒരു സ്നേഹം കണ്ടിട്ടില്ല. തൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ നേടാനുള്ള വാശി മാത്രമായിരുന്നു എന്നും അവളിൽ. കുട്ടിക്കാലത്തെ വാശി വലുതാകുമ്പോൾ മാറുമെന്ന് കരുതി. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവൾ വളരുന്നതിനനുസരിച്ച് ആ വാശിയും വളർന്നു. എങ്കിലും കുഞ്ഞനിയത്തിയോടുള്ള സ്നേഹം കൊണ്ട് അത് കണ്ടില്ല എന്ന് നടിച്ചു. ഒടുവിൽ അവളുടെ ആ വാശിയും സ്വാർത്ഥതയും തൻ്റെ ജീവിതം തന്നെ ഇല്ലാതെയാക്കി. ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഓർമ്മകളെ മനഃപൂർവ്വം മറന്നു കളഞ്ഞുകൊണ്ട് സൃഷ്ടി കസേരയിലേക്കിരുന്നു. അന്ന് സൃഷ്ടിക്ക് അകത്ത് കയറി അച്ഛനെ കാണാൻ കഴിഞ്ഞു. കണ്ണു തുറന്നു കിടക്കുന്ന അയാളെ കണ്ടപ്പോൾ ഇത്രയും നേരം നീറിയിരുന്ന ഹൃദയം തണുത്തത് അവൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പേടിച്ചു പോയോ മോളെ? ഇടർച്ചയോടെയാണ് കേശവൻ്റെ ചോദ്യം. തനിക്ക് സുഖമില്ലാതെ വീണുപോയാൽ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അയാൾക്ക് ബോധ്യമുണ്ട്. എന്തിനാ പേടിക്കുന്നത്? അച്ഛനൊന്നും വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി.
ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം കനത്ത തലവേദനയോടെ നിൽക്കുകയായിരുന്നു പൃഥ്വി. സൃഷ്ടിയുടെ കാര്യം ആലോചിച്ച് താൻ ഇത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാണ് എന്ന് അവന് മനസ്സിലാകുന്നില്ല. താനും അവളും തമ്മിൽ അകന്നു മാറിയിട്ട് മാസങ്ങളാകുന്നു. രണ്ടുപേർക്കും പിരിയാൻ പൂർണ്ണ സമ്മതമായതുകൊണ്ട് തന്നെ ഡിവേഴ്സിനും ഇനി അധിക സമയമെടുക്കില്ല. അതിൻ്റെ വിധി കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ എന്നേക്കുമായി രണ്ട് അന്യ വ്യക്തികളാകും. സൗമ്യയുടെ വയറ്റിലുള്ള തൻ്റെ കുഞ്ഞിന് ഇപ്പോൾ മാസങ്ങളുടെ വളർച്ചയുണ്ട്. എന്നിട്ടും തൻ്റെ മനസ്സിൽ ഇപ്പോഴും സച്ചു തന്നെയാണ് എന്ന് അവൻ വേദനയോടെ ഓർത്തു. ശാരീരികമായ അത്യാഗ്രഹങ്ങൾ അടക്കി വയ്ക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, സൗമ്യയുടെ കെണിയിൽ വീണു പോകാതിരുന്നുവെങ്കിൽ, അങ്ങനെയായിരുന്നുവെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ടവൾ ഇന്നും എന്നും തൻ്റെ ഒപ്പം ഉണ്ടായേനെ. ഇങ്ങനെ ഭ്രാന്തു പിടിക്കുന്നത് പോലെ തനിക്ക് ജീവിക്കേണ്ടി വരുമായിരുന്നില്ല. അവൻ്റെ നോട്ടം കട്ടിലിൻ്റെ മറുഭാഗത്ത് മയങ്ങുന്നവളിലേക്ക് പോയി. എന്തെല്ലാം ചെയ്തു കൂട്ടിയാണ് അവൾ ഇവിടെ സ്ഥാനം പിടിച്ചത്. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ എന്തും ചെയ്യുന്നവളാണ് സൗമ്യ. അവളുടെ ആഗ്രഹത്തിന് നിന്നു കൊടുക്കാൻ മാത്രം മണ്ടനായിരുന്നു താനും. പിന്നിലേക്കൊരു തിരിഞ്ഞുപോക്കുണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്യുവാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ, സൗമ്യ എന്ന ഒരാളെ കണ്ടില്ല എന്ന് നടിച്ച് സൃഷ്ടിയിൽ മാത്രം ഒതുങ്ങിക്കൂടിയേനെ. അവന് വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു. നാട്ടിലെ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് തൻ്റെ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് എന്ന വിവരം സൗമ്യ അറിഞ്ഞത്. അപ്പോൾ തലേ ദിവസം സൃഷ്ടി ഓഫീസിൽ നിന്ന് പോയത് അങ്ങോട്ടേക്കാകുമെന്ന് അവൾ ഊഹിച്ചു. അച്ഛന് സുഖമില്ല എന്നറിഞ്ഞിട്ടും സൗമ്യയ്ക്ക് അതിൽ വലിയ സങ്കടമൊന്നും തോന്നിയില്ല. തന്നെ തള്ളിപ്പറഞ്ഞ മൂത്ത മകളെയും ചേർത്ത് പിടിച്ചു പോയ അച്ഛൻ്റെ രൂപമാണ് അവളുടെ മനസ്സിൽ. അനുഭവിക്കട്ടെ, അത്രമാത്രമാണ് അപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞത്. ഓഫീസിലേക്ക് പോകാൻ കാറിലിരിക്കുന്ന നേരം അറിഞ്ഞ വാർത്ത അവൾ പൃഥ്വിയോടും പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ ആശ്വാസമാണ് തോന്നിയത്. തലേ ദിവസം അഥർവ് സൃഷ്ടിയെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാകും. അല്ലാതെ അവർ ഇരുവരും കൂടി എങ്ങോട്ടേക്കും പോയതല്ല. അവൻ്റെ മനസ്സ് സ്വയം പറഞ്ഞ് ആശ്വസിച്ചു. എന്നാൽ ആ ആശ്വാസത്തിന് കേവലം 1 മണിക്കൂറിൻ്റെ ദൈർഘ്യമേ ഉണ്ടായുള്ളൂ. ഓഫീസിലേക്ക് ചെന്ന് അഥർവിൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടതും ഉണ്ടായിരുന്ന സമാധാനം കൂടി നഷ്ടപ്പെട്ടതുപോലെ അവൻ തൻ്റെ ക്യാബിനിൽ തളർന്നിരുന്നു.